അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വന്നു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സങ്കടം പറഞ്ഞു. നബിയെ, ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നുണ്ട്, ഇടയ്ക്കിടെ പേടിച്ച് ഉണരുന്നു, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖുൽ, കിടക്കാൻ വേണ്ടി നിൻ്റെ വിരിപ്പിലേക്ക് നീ ചെല്ലുമ്പോൾ, അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗളബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗളബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ. ഈ ദിക്ർ ചൊല്ലിക്കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഫഖാലഹ ഫദഹബ അൻഹു. അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചു. പതിവായി അത് ചൊല്ലിക്കിടക്കാൻ തുടങ്ങി. അങ്ങനെ ആ വിഷമം നീങ്ങിക്കിട്ടി എന്ന് ഹദീസിൽ കാണുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അദ്കാറിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. അതിനുള്ള പരിഹാര മാർഗങ്ങൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ അത് പകർത്തിപ്പോകുമ്പോൾ തീർച്ചയായും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇത്തരം നല്ല സമയങ്ങളിൽ, മാസങ്ങളിൽ ഈ രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളിലൂടെ ജീവിതം ക്രമപ്പെടുത്താൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിജയമായിരിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് വുളൂഇൻ്റെ ഫർളുകളാണ്. ഏറെക്കുറെ ഫർളുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അത് പൂർത്തീകരിച്ചു. നിയ്യത്ത് മുതൽ മുഖം കഴുകി, കൈകൾ കഴുകി, തല തടവി, രണ്ട് കാലും കഴുകി, ഇങ്ങനെ ക്രമീകരിച്ചു ചെയ്തതുകൊണ്ട് വുളൂഇൻ്റെ ഫർളുകൾ ഏകദേശം പൂർത്തിയായി. ഇനി വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. മുൻകൈ രണ്ടും കഴുകണം. അതിന് മുന്നോടിയായി നമ്മൾ ബിസ്മി ചൊല്ലുന്നു, ഷഹാദത്ത് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ എന്ന ദിക്റും ചൊല്ലി അങ്ങനെ മുൻകൈകൾ കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മുൻകൈ കഴുകിക്കഴിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. മിസ്വാക്ക് പല്ലിലും നാവിലുമുണ്ട്, നീളത്തിലും വീതിയിലുമായിട്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി വുളൂഇൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിന് പ്രയാസം ഇല്ലായിരുന്നുവെങ്കിൽ, പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വുളൂഇൻ്റെ ഘട്ടങ്ങളിലും മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായ രൂപത്തിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. പക്ഷേ എല്ലാവർക്കും അത് ഒരു നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതെ പോയാൽ ഉത്തരവാദിയാകുമല്ലോ, അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് കാണിച്ച കാരുണ്യമാണത്. എന്തായാലും അത്രയേറെ ഫർളായി പരിഗണിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു കർമ്മമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ബോധ്യപ്പെടുന്നു ഈ ഹദീസിലൂടെ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ. മിസ്വാക്ക് ചെയ്യാൻ ഉരമുള്ള എന്തെങ്കിലും ഒരു വസ്തുവായാൽ മതി. അറാക്ക്, അങ്ങനെ നല്ല ശുദ്ധമായ പരിമളമുള്ള സുഗന്ധമുള്ള അറാക്ക് പോലെയുള്ള കൊള്ളികളാണതിന് മഹത്വമായി പറയുന്നത്. സാധാരണ നമ്മൾ മിസ്വാക്കിന് ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉരമുള്ള എന്തെങ്കിലും ഒരു വസ്തുവായിരുന്നാൽ മതി. കയ്യിൻ്റെ വിരൽ കൊണ്ട് ചിലവരിങ്ങനെ തേക്കും, പക്ഷെ അതുകൊണ്ട് പ്രത്യേക സുന്നത്തൊന്നും ലഭിക്കില്ല. മിസ്വാക്ക് ചെയ്യൽ ഒരു പക്ഷേ ആവാം, പക്ഷെ അത് സുന്നത്തിന് പരിഹാരമല്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ഏതായിരുന്നാലും അങ്ങനെ വുളൂഇൻ്റെ സമയങ്ങളിൽ മുൻകൈ കഴുകി വായിൽ വെള്ളം കുപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നതിന് മുമ്പ്, നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, റകഅതാനി ബിസിവാകിൻ അഫ്ളലു മിൻ 70 റകഅ ബിലാ സിവാകിൻ.
മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മിസ്വാക്ക് ചെയ്യാതെയുള്ള 70 റക്അത്ത് സുന്നത്തിനേക്കാൾ പവറുള്ളതാണ് എന്ന്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. വുളൂഇൻ്റെ സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ശക്തിയായ സുന്നത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആൻ ഓതാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി, ശർഈയായ ഇൽമു പഠിക്കാൻ വേണ്ടി, എന്തെങ്കിലും പകർച്ചയാകുന്ന ദുർഗന്ധം പോലെയുള്ളത് വരുന്ന സമയത്ത് അങ്ങനെ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടോ ആ രൂപത്തിലൊക്കെ അങ്ങനെയൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, പള്ളിയിലേക്ക് കടക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ, അത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അത്താഴ സമയം നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റാൽ, അതുപോലെ തന്നെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം മിസ്വാക്ക് ചെയ്യുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്, അതിലൊക്കെ വലിയ ആശയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പുണ്യകർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ ഈ ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നാളെ ആഖിറത്തിൽ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ അള്ളാഹു സബബാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗീയ ലോകം, ആ ലോകത്ത് നമ്മെയും നമ്മുടെ ഖബറാളികളെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.